കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ക്രൂരകൃത്യം നടത്തിയത് പക്ഷേ സ്വബോധത്തോടെയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. വൈദ്യപരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇയാൾ ലഹരിക്ക് അടിമയാണെങ്കിലും കൃത്യം നടത്തിയപ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയത്. ഷിബിലയെ കൊല്ലുമെന്ന് യാസർ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇയാളുമായി നിയമപരമായി വേർപെടാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴായിരുന്നു ഈ കൊലപാതകം. ഈങ്ങാപ്പുഴയിൽ ഷിബിലയുടെ മാതാപിതാക്കളെയും യാസർ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. പിതാവ് അബ്ദുറഹ്മാനും മാതാവ് ഹസീനയും ആശുപത്രിയിൽ തുടരുകയാണ്. രണ്ടിടത്തെയും വിവരങ്ങളുമായി ഇൻക്വസ്റ്റ് നടപടികളുടെ വിവരങ്ങളുമായി അഖില CPയും ഇംതിയാസ് കരീമും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, ഈ ഇൻക്വസ്റ്റ് നടപടികൾ എപ്പോൾ പൂർത്തിയാകും? എന്തൊക്കെയാണ് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ദിവീഷ്, ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയതേ ഉള്ളൂ. അതായത് ഇനി കുറച്ച് നടപടികൾ കൂടി പൂർത്തിയായതിനു ശേഷമേ പോസ്റ്റ്മോർട്ടം തുടങ്ങൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് ഏകദേശം 12 മണിയോടുകൂടി ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി സംസ്കരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരികുളം മദ്രസയിൽ ഇത്തരത്തിൽ ഷിബിലയുടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കരികുളം സുന്നി ത്വാഹ മസ്ജിദിലായിരിക്കും ഖബറടക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഷിബിലയുടെ ബന്ധുവായ മജീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടായി, പൊതുദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഏകദേശം 12 മണിയോടുകൂടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ 1:30 മണിയാകുമ്പം അവിടെ പൊതുദർശനം വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. കരികുളം മദ്രസയിലാണ്. വീട്ടിൽ കേസിൻ്റെ ഭാഗമായതുകൊണ്ട് വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പിന്നെ മദ്രസയിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പള്ളിയുടെയൊക്കെ ആൾക്കാരും ചുറ്റുപാടുള്ളവരും തീരുമാനിച്ചത് മദ്രസയിൽ വെക്കാമെന്നുള്ളതാണ്. അത് കഴുത്തിനാണ് പറ്റിയിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ടിട്ട് ആണല്ലോ കുത്തുന്നത്. അത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് കഴുത്തിന് വെട്ടുന്നത്. അല്ലാണ്ടിപ്പോൾ 3 മുറിവുണ്ട് കഴുത്തിന്. കബറടക്കം 1:30 മണിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1:30 പൊതുദർശനം കഴിഞ്ഞ് 2 മണിയോട് അരമണിക്കൂറിലധികം പൊതുദർശനം ഉണ്ടാവില്ല. അരമണിക്കൂർ ഏറ്റവും കൂടിയാലുണ്ടാവുള്ളൂ. അപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അരമണിക്കൂർ മാത്രമേ പൊതുദർശനം ഉണ്ടാകുള്ളൂ. അതിനുശേഷം 2 മണിയോടുകൂടി ഇത്തരത്തിൽ മസ്ജിദിൽ ഖബർ അടക്കും എന്നാണ് ഇപ്പോൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു വിവരം, ഷിബിലയുടെ കഴുത്തിന് ഏറ്റവും മുറിവാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് പങ്കുവച്ച വിവരമാണ്. കഴുത്തിൽ വലിയ മുറിവുണ്ട്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കഴുത്തിൽ കുത്തിയതാണ്. അതായത് യാസർ കഴുത്തിൽ വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഷിബിലയുടെ മാതാപിതാക്കളും ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. രണ്ടുപേരെയും വാർഡിലേക്ക് മാറ്റി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. കാരണം ആദ്യം ഇന്ന് രാവിലെ ഏകദേശം പിതാവിന് ശസ്ത്രക്രിയ വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ നമ്മളോട് പങ്കുവച്ചിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ വേണമെന്ന്. പക്ഷേ അദ്ദേഹം കുഴപ്പമൊന്നുമില്ല. വാർഡിലേക്ക് 11ാമത്തെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.